ബുക്ക് എഴുതിയോ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചോ അല്ല, താൻ പോലും അറിയാതെ സ്വന്തം ജീവിതം പരിവർത്തനം ചെയ്യുമ്പോഴാണ്, സ്വന്തമായി ഒന്ന് സമാധാനത്തിൽ കിടന്നുറങ്ങാൻ ഒരിടം കണ്ടെത്തുമ്പോഴാണ് ഫാത്തിമ ഫെമിനിച്ചിയായി മാറുന്നത്. എന്ത്? സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ മറ്റുള്ളവരുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് ഒരു പാവയെ പോലെ ഓടി നടക്കേണ്ടി വരുമ്പോൾ ഓരോ രാത്രിയിലും ഉറങ്ങാൻ കഴിയാതെ അവനവനെ കുറിച്ച് ചിന്തിച്ച് സമയം തള്ളി നീക്കുന്നുണ്ട് ഫാത്തിമ. അത്തരം കഷ്ടപ്പാടുകൾ അങ്ങേയറ്റം എത്തുമ്പോൾ അവളെ കൊണ്ടാകും വിധം ഒരു ലക്ഷ്യത്തിന് വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് ഫാത്തിമ. ഇത് ഞാനേ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാ. എടി എന്റെ പോലല്ലോ ഓള്. അല്ല അല്ലേ? എന്നാ പോട്ടെ. കുറിക്ക് ഞാനുണ്ട്. 1000 ഉറുപ്പിയല്ലേ, ഞാൻ കൂടിക്കോളാം. അപ്പങ്ങളിനെ പോലെ തന്നെ അല്ലേ? അവൾ അവളുടെ വിശ്വാസങ്ങളെ, കുടുംബത്തെ, ചുറ്റുപാടിനെ ഒന്നിനെയും തള്ളി പറയുന്നില്ല. നാട്ടിലുള്ളവരോടൊക്കെ ഞാൻ ഫാത്തിമാനെ കണ്ടുപിടിക്കി എന്ന് പറയണോടത്താണ് ഇപ്പൊ ഡാൻസും കളിച്ച പൊന്നാറ് ജമീലാത്തൻ ടീമാന് ഞാനും പടച്ചോണ്ടും തമ്മിലായിക്കൊണ്ട് വല്ലാത്തൊരു മലക്കം. പക്ഷെ അവളുടെ ലക്ഷ്യത്തിന് വേണ്ടി അവൾ ശ്രമിക്കുമ്പോൾ ചെറിയ മാറ്റങ്ങൾ, വളരെ ചെറിയ മാറ്റങ്ങൾ അവളുടെ ജീവിതത്തിലേക്ക് തനിയെ വന്നു ചേരുന്നുണ്ട്. അവളുടെ മുന്നിൽ വരുന്ന തടസ്സങ്ങളെ അതിജീവിക്കാൻ അവൾ സ്വയം വഴി കണ്ടെത്തുന്നുണ്ട്. ഞാൻ നടത്തട്ടെന്നാല് കുറി അതാവുമ്പോ ആദ്യത്തെ പൈസക്ക് എടുക്കാലോ, മറ്റത് എത്ര കാലം കാത്തിക്കണം. മുളകിട്ട മത്തിക്കറി വെക്കലല്ല ഫാത്തിമയുടെ ജീവിത ലക്ഷ്യമെന്ന് അവളുടെ ചുറ്റിലുമുള്ളവർ മെല്ലെ തിരിച്ചറിയുന്നുണ്ട്. മത്തി വാങ്ങിക്കൊണ്ടുകൊടുത്ത മുളകിട്ടൊക്കെ നിൽച്ചിട്ടുണ്ടോന്ന്